രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2026 മാർച്ച് 15-ാം തീയതി ഞായറാഴ്ച അഥവാ മീനമാസം 1-ാം തീയതി ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി ആയ പാപമോചിനി ഏകാദശിയാണല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു ഈ ഏകാദശി അനുഷ്ഠാനത്തിലൂടെ. അതുകൊണ്ട് ഈ ഏകാദശിക്ക് പാപമോചിനി ഏകാദശി എന്ന പേര് വന്നു. ജനന മരണ ക്ലേശങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുന്നു. അതിനാലും ഈ ഏകാദശിക്ക് പാപമോചിനി ഏകാദശി എന്ന പേര് വന്നു. നമുക്ക് പാപമോചിനി ഏകാദശി ഒന്ന് സ്മരിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവവേദാന്ത സിദ്ധാന്ത ഗോചരം തം അഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. പീതാംബരം കരവിരാജിത ശംഖുചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗോപാലരത്നം വനയ്യരത്നം ഗോപാംഗന യൗവന ഭാഗ്യരത്നം ശ്രീകൃഷ്ണരത്നം സുരസേവ്യരത്നം വന്ദാമഹേ യാദവനന്ദരത്നം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. 2026 മാർച്ച് 15-ാം തീയതി ഞായറാഴ്ച അഥവാ മീനമാസം 1-ാം തീയതി ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി പാപമോചിനി ഏകാദശിയായി പത്മപുരാണത്തിൽ പറയുന്നു. നമുക്ക് സ്മരിക്കാം. ഏകാദശി തിഥി ആരംഭിക്കുന്നത് 14-ാം തീയതി രാവിലെ 8:10 ആരംഭിച്ച് 15-ാം തീയതി രാവിലെ 9:16 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. ഏകാദശിയും ദ്വാദശിയും കൂടെ ചേർന്ന് വരുന്ന വൈഷ്ണവ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇന്ന് ഏകാദശിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഹരിവാസര സമയം. മഹാവിഷ്ണു മഹാലക്ഷ്മിയുടെയും കൂടുതൽ സാന്നിധ്യം നമുക്ക് ഭൂമിയിൽ പ്രകടമാകുന്ന ആ സമയത്ത് ധാരാളം നാമജപങ്ങൾ, ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത ഒക്കെ വായിക്കാനും ഒക്കെ കൂടുതൽ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. പരിവാസര സമയം 15-ാം തീയതി വെളുപ്പിന് 3:20 ആരംഭിച്ച് വൈകിട്ട് 3:23 വരെയുള്ള സമയത്താണ് ഹരിവാസര സമയം. അപ്പോൾ പകൽ മുഴുവനും നമുക്ക് ഏത് കർമ്മം ചെയ്തോളൂ ശരീരം കൊണ്ട് ചെയ്യുമ്പോഴും മനസ്സുകൊണ്ട് നാരായണ നാമം, അതുപോലെ അവരവർക്ക് പറ്റുന്ന നാമങ്ങൾ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. പിന്നെ ഏകാദശിയുടെ വളരെ പ്രാധാന്യമുള്ള ഒരു സമയം പാരണാസമയമാണ് അല്ലേ. വ്രതം ഭഗവാന്റെ തൃച്ചേവടികളിൽ നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ ദിവസവും ഉള്ള തുളസി തീർത്ഥത്തിനോടൊപ്പം മകലരിയോ മലരോ അവലോ ഒക്കെ ഇട്ട് വ്രതം അവസാനിപ്പിക്കുന്ന ആ പാരണാസമയം നമുക്ക് 16-ാം തീയതി രാവിലെ 6:29 മുതൽ 9:49 വരെ രാവിലെ പാരണാസമയമാണ്. അതിനിടയിൽ പാരണവേടി വ്രതം ഭഗവാന്റെ തൃച്ചേവടികളിൽ നമ്മൾ സമർപ്പിക്കുക. ആ സമർപ്പണോടൊപ്പം നമ്മൾ വ്രതകഥ കേൾക്കുകയും അത് സ്മരിക്കുകയും താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ പാപമോചിനി ഏകാദശി എന്നല്ല എല്ലാ ഏകാദശി വ്രതാനുഷ്ഠാനത്തിൻ്റെയും വ്രതകഥ പത്മപുരാണത്തിൽ പറയുന്നത് നമ്മൾ ഇവിടെ ആ വ്രതകഥ അനുസ്മരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എല്ലാവരും ഇത് കേൾക്കുക, വായിക്കുക, പഠിക്കുക, താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ 1000 ഗോദാനത്തിൻ്റെ ഫലം കിട്ടും എന്ന് പത്മപുരാണത്തിൽ പറഞ്ഞത് നമുക്ക് ഈ അവസരത്തിൽ സ്മരിക്കാം.
എന്താണ് വ്രതകഥ? പണ്ട് വസന്തകാലം ല്ലേ, ധാരാളം പൂക്കളൊക്കെ വിരിയുന്ന കാലം. ആ വസന്തകാലത്ത് പൂക്കളെല്ലാം അങ്ങനെ വിരിഞ്ഞ് സൗരഭ്യം പുലർത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് ചൈത്ര രഥോദ്യാനത്തില് ദേവേന്ദ്രനും ദേവഗന്ധർവാദികള് ഒക്കെ ഇങ്ങനെ വസന്തോത്സവത്തിന് എത്തുന്ന സമയം അവര് പാട്ടും നൃത്തവും ഒക്കെ തുടങ്ങി അവിടെ വലിയ ഉത്സവം ആഘോഷിക്കുകയാണ് ചൈത്രരഥ ഉദ്യാനത്തില്. അങ്ങനെ ഇരിക്കുമ്പോ അവിടെ തന്നെ തപസ്സ് ചെയ്തുകൊണ്ട് നമ്മുടെ ച്യവന മഹർഷിയുടെ മേധാവി എന്ന താപസശ്രേഷ്ഠൻ. അപ്പോ ആ താപസശ്രേഷ്ഠന്റെ തപസ്സ് അല്ലേ, ആര് തപസ്സനുഷ്ഠിക്കുമ്പോഴും അവരുടെ തപസ്സ് മുടക്കാൻ ദേവേന്ദ്രൻ പലതരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താറുണ്ട്. ഇത്തവണ ഈ മേധാവി എന്ന താപസനെ നഷ്ടപ്പെടുത്താനായിട്ട് മഞ്ജുഘോഷ എന്ന ഒരു അപ്സരസിനെയാണ് വിട്ടത്. അപ്പോൾ ആദ്യമൊക്കെ മഞ്ജുഘോഷയ്ക്ക് വളരെയധികം ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് മേധാവിയുടെ ആശ്രമത്തിനുള്ളിലേക്ക് കടക്കാതെ പുറത്ത് നിന്ന് പൊൻവീണ മീട്ടി മനോഹരമായ നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ അങ്ങനെ ചെയ്തു. ഏതായാലും പാട്ടും ഒക്കെ കേട്ട് ആശ്രമത്തിനകത്തിരുന്നതായ മേധാവി പുറത്തേക്ക് വരികയും പിന്നീട് അദ്ദേഹത്തിൻ്റെ താപസം നടന്നില്ല. തപസ്സ് വേണ്ടവണ്ണം പൂർണ്ണതയിൽ എത്താൻ സാധിച്ചില്ല എന്നാണ് കഥ അല്ലേ. മഞ്ജുഘോഷയോടൊപ്പം ആ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സമയങ്ങൾ ചെലവഴിച്ചു. സൂര്യോദയമോ അല്ലേ തൻ്റെ ഗായത്രി ജപങ്ങളോ സന്ധ്യാവന്ദനാദികളോ എല്ലാം മറന്നു എന്ന്. ഒടുവിൽ ഒരു ദിവസം മഞ്ജുഘോഷ പറയുകയാണ്, ഇനി എനിക്ക് പോകാൻ സമയമായി, ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുന്ന രംഗം. പക്ഷേ നമ്മുടെ മേധാവി സമ്മതിച്ചില്ല. കുറച്ചു നേരം കൂടെ ഇവിടെ കഴിയാം എന്ന് പറഞ്ഞ് വീണ്ടും ഇങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം മഞ്ജുഘോഷ പറഞ്ഞിട്ടും ഈ താപസൻ ആ അപ്സരസിനെ പോകാൻ അനുവദിച്ചില്ല. ഇങ്ങനെ കാലം വീണ്ടും വീണ്ടും കഴിഞ്ഞുപോയി. അങ്ങനെ ഏകദേശം 55 കൊല്ലം 9 മാസം 3 ദിവസവും കഴിഞ്ഞു. പക്ഷേ നമ്മുടെ മേധാവി എന്ന താപസശ്രേഷ്ഠന് അതൊക്കെ വെറും വളരെ നിമിഷങ്ങളായിട്ട് മാത്രമേ തോന്നിയുള്ളൂ. അതിനുശേഷം വീണ്ടും ഒരിക്കൽ കൂടി അ- 5 വർഷം ഞാൻ പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നേരം പ്രഭാതമാവട്ടെ അല്ലെങ്കിൽ സന്ധ്യാവന്ദനം കഴിയട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ 5 വർഷയ്ക്കും ഇത് കാലം വളരെ കടന്നു പോയിട്ടും താപസൻ ഇതൊന്നും അറിയുന്നില്ല. ഇനി അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കണം എന്ന് വിചാരിച്ച് മഞ്ജുഘോഷ പറയാണ്, എത്രയെത്ര സന്ധ്യകൾ അങ്ങയുടെ കഴിഞ്ഞുപോയി. എന്നിൽ പ്രസാദിച്ച് കഴിഞ്ഞുപോയ ആ കാലത്തെയൊക്കെ ഒന്ന് അവിടുന്ന് കണക്ക് കൂട്ടി നോക്കുക എന്ന് പറഞ്ഞപ്പോൾ താപസൻ അത്ഭുതത്താൽ കണ്ണുകൾ വിടർന്ന് കഴിഞ്ഞ കാലത്തെ അദ്ദേഹം കണക്കാക്കി നോക്കിയപ്പോൾ ഇത്രയും കാലം അദ്ദേഹം എല്ലാം മറന്നുകൊണ്ട് തൻ്റെ അനുഷ്ഠാനങ്ങളെല്ലാം മറന്ന് ജീവിക്കുകയാണ് എന്നുള്ളത് പെട്ടെന്ന് അദ്ദേഹത്തിന് കണക്കുകൾ കൂട്ടി നോക്കിയപ്പോഴാണ് മനസ്സിലായത്. 57 സംവത്സരം ഇതാ ഈ അപ്സരസിനോടൊപ്പം താൻ കഴിച്ചിരിക്കുന്നത് തനിക്ക് വളരെ കുറച്ചു കാലം പോലെ തോന്നി. പക്ഷേ ഇത്രയും വർഷങ്ങൾ തൻ്റെ അനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ താൻ മറന്നുപോയി ജീവിച്ചുവല്ലോ എന്ന് മനസ്സിലായപ്പോൾ പെട്ടെന്ന് മേധാവി എന്ന താപസന് ആ മഞ്ജുഘോഷയോട് ഉള്ള സ്നേഹമൊക്കെ മാറി വളരെയധികം കോപാവിഷ്ടനായി. കണ്ണുകളൊക്കെ ജ്വലിച്ചു. കണ്ണിൽ നിന്ന് തീജ്വാലകൾ പുറപ്പെടുന്നത് പോലെ. എന്നിട്ട് തൻ്റെ വ്രതനിയമങ്ങളൊക്കെ തെറ്റാൻ പ്രതിബന്ധമായിട്ട് നിന്നത് ഇവള് കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഞ്ജുഘോഷയെ ഒരു പിശാചായി പോകട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുകയാണ്. കാരണം ഞാൻ എത്രയോ നാള് കഷ്ടപ്പെട്ട് നേടിയ തപസ്സിനെ ഈ ഒരു അപ്സരശ്രീ കാരണം നശിപ്പിച്ചതായി കണ്ട് ദേഷ്യം വന്ന പിശാചായി പോകട്ടെ എന്ന് ശപിച്ചപ്പോൾ മഞ്ജുഘോഷയ്ക്കും വളരെ വിഷമം തോന്നി. കാരണം തൻ്റെ തന്നെ തെറ്റല്ലല്ലോ, അങ്ങ് അങ്ങയുടെയും കൂടെ കുറ്റം കൊണ്ടല്ലേ എന്നുള്ള രീതിയിൽ അങ്ങ് എനിക്ക് ശാപമോക്ഷം തരണേ എന്ന് പറഞ്ഞു വണങ്ങി അപേക്ഷിച്ചപ്പോൾ ഒരു നിമിഷം താപസശ്രേഷ്ഠൻ്റെ മനം തെളിഞ്ഞു. ശാപമോക്ഷം തരാം, പക്ഷേ എന്താണതിന് പരിഹാരം എന്നാലോചിച്ചു. അപ്പോൾ
അപ്സരസ്സ് പറയാണ്, സജ്ജനങ്ങൾക്ക് സ്നേഹത്തിന് സപ്തപദങ്ങള് മതിയല്ലോ. അതുകൊണ്ട് ഇവിടുന്ന് എന്നോടൊന്നിച്ച് വളരെ സംവത്സരം കഴിച്ചു കൂട്ടിയിരിക്കുന്നു. അവിടുന്ന് ദയ ചെയ്ത് എനിക്ക് ശാപമോചനം അവിടുന്ന് തന്നേ പറ്റുള്ളൂ എന്ന് വീണ്ടും വീണ്ടും അപേക്ഷിച്ചപ്പോൾ കേതാവ് പറഞ്ഞു, ഭദ്രേ ശാപമോക്ഷം നൽകാം. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ മഹത്തായ തപസ്സിനെയൊക്കെ നശിപ്പിച്ചു. ഇനി എനിക്ക് തപസ്സിലൂടെ നേടിയ ഒന്നും കൊണ്ട് നിനക്ക് മോചനം തരാൻ സാധ്യമല്ല. പക്ഷേ ഒരു കാര്യമുണ്ട്. ദാ ചൈത്രമാസത്തില് കൃഷ്ണപക്ഷത്തില് പാപമോചിനി ഏകാദശി വരും. നീ ആ വ്രതം ഭംഗിയായിട്ട് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിന്റെ പിശാചത്വം നീങ്ങി പഴയ പോലെ അപ്സരസായി തിരിച്ച് നിന്റെ ലോകത്തേക്ക് പോകാം. അല്ലാതെ എനിക്ക് വേറെ ഒന്നും പരിഹാരം പറഞ്ഞു തരാൻ സാധ്യമല്ല. കാരണം നിന്നോടൊപ്പം ചെലവഴിച്ച് സൂര്യോദയമോ അസ്തമയോ സന്ധ്യാവന്ദനാദികളോ ഗായത്രികളോ എൻ്റെ അനുഷ്ഠാനങ്ങൾ മുഴുവൻ പോയി അല്ലേ. അതുകൊണ്ട് എനിക്കിപ്പോൾ താപസൻ എന്നുള്ള പേരിലൊന്നും നിനക്ക് തരാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ചൈത്രമാസത്തിലെ കൃഷ്ണപക്ഷ ഏകാദശി നോറ്റ് നിന്റെ പിശാചത്വം നീങ്ങുമെന്ന് മാത്രം പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വന്നു. പക്ഷേ അച്ഛന് ഇല്ലേ, നല്ല ഉപാസനയുള്ളവർക്ക് ഒരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. അപ്പോൾ ച്യവന മഹർഷിക്ക് തൻ്റെ മകൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ, ഈ ഒരുപാട് നാളായി ഇല്ലേ സന്ധ്യാവന്ദന ഗായത്രികളൊക്കെ ചെയ്യാതെ അല്ലേ, അനുഷ്ഠാനങ്ങളൊക്കെ മറന്നിരിക്കുന്നില്ല, നിന്റെ ചൈതന്യം കുറഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അച്ഛനോട് നടന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മേധാവി പറഞ്ഞു കേൾപ്പിക്കുന്നു. മകനെ, നീ എന്താ ചെയ്തത്? നിന്റെ പുണ്യം മുഴുവൻ നശിച്ചു പോയല്ലോ എന്ന് വിഷമത്തോടുകൂടി അച്ഛൻ ഇതാ മകനോട് പറയുകയാണ്. അപ്പോൾ ഈ നടന്ന കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, ശരി, പരിഹാരമുണ്ട്. നിനക്ക് വലിയൊരു പാപമാണ് നേരിട്ടത്. അതുകൊണ്ട് നീ അതിൻ്റെ ശാന്തിക്കായിട്ട് പ്രായശ്ചിത്തം ഞാൻ ഉപദേശിച്ചു തരാം എന്ന് പറഞ്ഞ് ച്യവന മഹർഷി മേധാവിക്ക് ആ പാപമോചിനി ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്ത് മോനത് അനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ മേധാവിയും അച്ഛൻ പറഞ്ഞനുസരിച്ചപ്പോൾ അപ്സരസിന് പറഞ്ഞു കൊടുത്തു ഏകാദശി അനുഷ്ഠിക്കാൻ. ഇവിടെ വന്ന് അച്ഛൻ തന്നോടും അതാ അത് ഏകാദശി വ്രതാനുഷ്ഠാനങ്ങളെ നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ചാൽ നിന്റെ പാപത്തിൽ നിന്നെല്ലാം മോചനം കിട്ടുമെന്ന് പറയുകയാണ്. അങ്ങനെ മേധാവി ആ വ്രതം അനുഷ്ഠിക്കുകയും അതിനുശേഷം പിന്നീട് തപോയുക്തനായി തീർന്ന് വീണ്ടും തൻ്റെ ആ തപസ്സിൻ്റെ പുണ്യമെല്ലാം തിരിച്ച് ലഭിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. മഞ്ജുഘോഷയും ആ പാപമോചിനി വ്രതം അനുഷ്ഠിച്ച് പിശാചത്വമൊക്കെ നീങ്ങി ദിവ്യരൂപിണിയായി തൻ്റെ ലോകത്തേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ പാപമോചിനി ഏകാദശി നോക്കുന്നവരുടെ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ, നമ്മളിപ്പോൾ മനുഷ്യജന്മം കിട്ടുന്നതിന് മുമ്പ് എത്രയെത്ര ശരീരങ്ങളിലൂടെ എത്രയെത്ര ജന്മങ്ങളെടുത്തു എന്ന് നമുക്കറിയില്ല. അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ തെറ്റ് ചെയ്തിട്ടുണ്ടോ അതും നമുക്കറിയില്ല. പക്ഷേ എല്ലാം അറിയുന്ന ഭഗവാൻ നമ്മളെ എല്ലാവിധ പാപങ്ങളിൽ നിന്നും ജനന മരണക്ലേശങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ വ്രതകഥ കേൾക്കുക, വായിക്കുക, പഠിക്കുക, താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുത്താൽ അത് ആയിരക്കണക്കിന് ഗോദാനത്തിൻ്റെ ഫലം എന്നൊക്കെ പത്മപുരാണത്തിൽ പറയുന്നതും സ്മരിച്ച് ഓരോ വാക്കുകളും ഒരു ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ തുളസി പൂക്കളായി സമർപ്പിക്കാം. കായേന വാച മനസേന്ദ്രിയ വാധ്യാത്മന വാ പ്രകൃതിയ സ്വഭാവാത് കരോമി യതി സകലം പരസ്മൈ നാരായണായ യതി സമർപ്പയാമി. ശ്രീ ഗുരുവായൂരപ്പ, ശിവ ഗുരുവായൂരപ്പ.